എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബ്രോച്ചാണ്. വളരെ ഈസിയാണ്. അതിന് കുറച്ച് പ്ലാസ്റ്റിക് ബീഡ്സ് ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് അക്രാലിക് ഫ്ലവർ, നമുക്കിത് പല കളർ അവൈലബിൾ ആണ്. ഇത് മിക്സഡ് കളറാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മിക്സഡ് ആയിട്ടുള്ള ബീഡ്സും എടുത്തിട്ടുണ്ട്. കാരണം അതിനൊരു ലൈറ്റ് കളേഴ്സാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം അവർ ഫ്ലവറിനും ഇതിനൊരു കോമ്പിനേഷന് വേണ്ടിയിട്ടാണ്. 4mm വയറും എടുത്തിട്ടുണ്ട്. വയറ് ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെ ഒരു ചെറിയൊരു ഇത് നിങ്ങൾക്കിത് നോക്കുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ഏകദേശം ഈ ഒരു ലെങ്തിലാണ് എടുക്കുക. അതിന് സെൻറ്ററിലേക്ക് ഒരു ബീഡ് ഇടുക, ട്വിസ്റ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്യണം. എന്നിട്ട് രണ്ട് സൈഡിലേക്കും ഓരോരോ ബീഡ്സ് കൂടെ അടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇത് പല പല കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് 3 കളേഴ്സ് ചൂസ് ചെയ്യാം. ഇത് ഡാർക്ക് കളർ ആയാലും കുഴപ്പമില്ല. ഡാർക്ക് കളറാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ ഫ്ലവറിന് മാച്ചിങ് ആയിട്ടുള്ള ബീഡ്സ് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഒറ്റ ഫ്ലവറിൽ, ഒരേ പ്ലെയിൻ ഫ്ലവറിലായാലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇത് അടുത്ത സൈഡിലേക്കും വീണ്ടും ഒരു ബീഡ് ഇടുക, അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ബീഡ് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുക. എല്ലാം രണ്ട് സൈഡിലും ഒരേ ലെങ്ത് ആയിരിക്കണം. അതും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ച് ചെയ്തെടുക്കണം. ഞാൻ ഒന്നും കൂടെ കാണിക്കാം. നമ്മുടെ വയർ കട്ട് ചെയ്തെടുത്തു, സെൻറ്ററിലേക്ക് ഒരു ബീഡിട്ടു, എന്നിട്ട് ഈക്വലായിട്ട് അതിനൊന്ന് ഇതെടുക്കുക. ഒത്തിരി ലെങ്ത് വേണ്ട, ആവശ്യത്തിനുള്ള ലെങ്ത് മതി. അതിനുശേഷം ബീഡിനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ട് സൈഡിലും ഓരോരോ ബീഡ്സ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഡിഫറെൻറ്റ് കളറാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടാകും. ഒത്തിരി ഡാർക്കായിട്ടുള്ള കളറല്ല എടുത്തിരിക്കുന്നത്, ലൈറ്റ് കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഫ്ലവറിൻ്റെ അതേ കളേഴ്സും അല്ല എടുത്തിരിക്കുന്നത്, കാരണം ആ ഒരു സെയിം കളേഴ്സും അല്ല. കണ്ടോ, ഇതുപോലെ അടുത്ത സൈഡിൽ വീണ്ടും ഒരു ബീഡൂടെ ഇട്ട്, ഇത് 3mm വയറായാലും കുഴപ്പമില്ല. കാരണം നമ്മൾ ഇത് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഒരുമിച്ച് ടൈ ചെയ്തെടുക്കുകയാണിത്. ഒരുമിച്ച് നമ്മൾ ചേർത്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 3mm വയറായാലും കുഴപ്പമില്ല ചെയ്തെടുക്കാൻ. 3mm കുറച്ച് നമുക്ക് ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അതാ, കാരണം ഇത് ഒത്തിരി നമ്മളിങ്ങനെ ചുറ്റി എടുക്കണം. നമ്മളെ കൈയൊക്കെ കുറച്ച് കഴിയുമ്പോൾ നല്ല വേദനിക്കും. കണ്ടോ, അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ളത്, കാരണം കുറച്ച് അധികം ആവശ്യമുണ്ട്. കാരണം ഇതുപോലെ കുറച്ച് അധികം ആവശ്യമുണ്ട്, അത് ചെയ്തെടുക്കുക. ഇനി ഈ ഫ്ലവറില്ലേ, ഫ്ലവറിനെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഒരു ലെങ്തിലെടുക്കുക, അതിൻ്റെ ഫ്ലവർ ഇടുക. അതിൻ്റെ അകത്തേക്ക് ചെറിയ വൈറ്റ് ബീഡ്സാണ്, ചെറിയ വൈറ്റ് ബീഡ്സ്. ഇനി ഇവിടെ സിൽവർ ബീഡ്സോ സ്റ്റോൺസോ നമ്മളെ ക്ലിപ്പ് സ്റ്റോൺസോ ഇട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് അതിനെ തിരിച്ച് അതുപോലെ പുറത്തേക്ക് എടുക്കുക. ഇതുപോലെ എടുത്താൽ മാത്രം മതി, അതിനെ ട്വിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് ആവശ്യത്തിന് ചെയ്തെടുക്കുക. നമ്മൾ മറ്റേ ബീഡ്സ് ചെയ്തെടുത്തതുപോലെ അത്രയും ആവശ്യമില്ല, കുറച്ച് ക്വാണ്ടിറ്റി ചെയ്താലും മതി. ഇതുപോലെ ബീഡ് ഇടുക. അതിനകത്തേക്ക് ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക. കുറച്ച് വളരെ ചെറുതാണ്, അതിന് പകരമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ക്ലിപ്പ് സ്റ്റോൺ ഉണ്ടെങ്കിൽ ഇട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സിൽവർ കളർ സ്റ്റോൺസ് ഉണ്ട്, നമുക്ക് സിൽവറോ ഗോൾഡോ ഏതാണ് ചെയ്യുന്നത് അത് ചെയ്യാം. ചെറിയ പേളാണ് വൈറ്റ്. അതിനുശേഷം പുറത്തേക്ക് അതുപോലെ എടുക്കുക. അപ്പോൾ ഇത് ആവശ്യത്തിന് ഇതുപോലെ ചെയ്തെടുക്കുക. മറ്റേതിൻ്റെ അത്രയും ക്വാണ്ടിറ്റി എടുത്തില്ല, കാരണം ഇത് സെൻറ്ററിൽ മാത്രമേ ഈ ഫ്ലവർ കൊടുക്കുന്നുള്ളൂ. ഇനി ആദ്യം ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചത്, ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, കുറച്ച് നമ്മൾ അധികം ചെയ്തു. ആദ്യം അതെടുക്കുക. അതിനുശേഷം ഒരു ഫ്ലവർ, ഇനി ഇതിനെ ചുറ്റിയെടുത്താൽ മാത്രം മതി. ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. നമ്മൾ ട്വിസ്റ്റ് ചെയ്തൊക്കെ എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ നിൽക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് അവസാനം റെഡിയാക്കാം, കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഷേപ്പൊക്കെ മാറി വരും. അതൊന്നും പ്രശ്നമാക്കേണ്ട, ചെയ്യുക. അവസാനം അതിനെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യുക. അതിനുശേഷം രണ്ട് സൈഡിലേക്കും. ഇനി നമ്മൾ ഇത് ചെയ്തെടുക്കുന്ന മാത്രം ആ സമയമാണ്. പിന്നെ എല്ലാം അവസാനം ചേർത്തെടുക്കാൻ നമുക്ക് വലിയ സമയം എടുക്കത്തില്ല, വലിയ ബുദ്ധിമുട്ടോ വേണ്ടി വരില്ല ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത സൈഡിലേക്ക് ഇതുപോലെ വയ്ക്കുക. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന രണ്ട് സൈഡിലെ ആ ഒരു ലെങ്തൊക്കെ ഒരുപോലെയാണോ, ആ ഒരു വീതിയൊക്കെ ഒരുപോലെ ആണോ എന്ന് നോക്കുക. അതിനുശേഷം ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷം സെൻറ്ററിലേക്ക് അടുത്തൊരു ഫ്ലവർ കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യണം. അത് ചെയ്തെടുക്കാനുള്ള ഒരു സമയമാണ് ആവശ്യം നമുക്കിനി, കാരണം നമ്മൾ ബാക്കിയെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം അടുത്ത്. കാരണം ഇത് നമുക്ക് ഞാൻ ചെയ്ത അത്രയും നോർമലി അത്ര ലെങ്ത് ആവശ്യം വരാറില്ല. എന്നോട് ലെങ്ത് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അത്രയും ലെങ്തിൽ ചെയ്തെടുത്തത് കേട്ടോ.
വീണ്ടും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഓരോന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന പേൾസിൻ്റെ ബീഡ്സ് 2 സൈഡിലേക്ക് അറ്റാച്ച് ചെയ്യുക, സെൻറ്ററിൽ ഫ്ലവർ കൊടുക്കുക. വീണ്ടും ബീഡ്സ് 2 സൈഡിലേക്ക് കൊടുക്കുക, സെൻറ്ററിൽ ഫ്ലവർ കൊടുക്കുക, അറ്റാച്ച് ചെയ്യുക. ഇത്ര മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ചെയ്യുമ്പോൾ നന്നായിട്ട് അത് ആ ലെങ്ത് കംപ്ലീറ്റ് അങ്ങ് ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ കുറച്ച് പുറത്തേക്ക് ഓരോ എഡ്ജില്ലേ അത് പുറത്തേക്ക് വരും, പിന്നെ അത് തലയിൽ കുത്തുകൊള്ളും. അതാ കണ്ടോ, വീണ്ടും അത് ചെയ്യുക. കാരണം ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളെ കൈ ആ ഒരു ഫിംഗറിൻ്റെ ഇതില്ലേ നല്ല വേദനയായിരിക്കും. ഇനി നമുക്കിത് ഒറ്റ സ്ട്രെച്ചിനും ചെയ്തെടുക്കാം. സൈഡിൽ ബീഡ്സ് കൊടുത്തിട്ട് സെൻറ്ററിൽ ഇത് കൊടുത്ത് അങ്ങനെയും ചെയ്യാം കേട്ടോ. കണ്ടോ, ഞാൻ ഏകദേശം അങ്ങ് ചെയ്തെടുത്തു. കാരണം ഇത് ഫുള്ളായിട്ട് കാണിച്ചാൽ അതെല്ലാം ഫുള്ളായിട്ട് കാണിക്കുന്ന ടൈം കിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് എഡ്ജ് ഞാനങ്ങ് ഫിനിഷ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തത്. ലാസ്റ്റ് ഒരു സൈഡിൽ കൊടുത്തു, അതിനുശേഷം സൈഡിൽ കൊടുത്തു. നമ്മൾ അവസാനം ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് ആ ഒരു ലെങ്ത് ആവശ്യം വരും. കാരണം നമുക്ക് ഹെയർ ക്ലിപ്പോ എന്തെങ്കിലും പിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് വേണം. അതിനു വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ ലാസ്റ്റ് ഒരു ലെങ്ത് ആവശ്യം വരും. അത് കട്ട് ചെയ്ത് മാറ്റാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സെൻറ്ററിലും ഫ്ലവർ കൊടുത്ത ശേഷം ഇനി നമുക്കവിടെ ആവശ്യം വരുന്ന ലെങ്ത് ഇല്ലേ, ആ ലെങ്ത് നമ്മളവിടെ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയാതെ അതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് അതിനൊന്ന് ഞാൻ ഒരു ഫോൾഡ് ചെയ്ത് കേട്ടോ അവിടെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തെടുത്തു. അപ്പം നമുക്ക് എന്താ പറയുക, പിന്നൊക്കെ വെച്ചിട്ട് അവിടെ അത് ഇത് വയ്ക്കാം. പിന്നൊക്കെ വെച്ചിട്ട് നമുക്കവിടെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം ഹെയറിൽ. അതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് പല കളറിൽ ഏതൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ട് അതൊക്കെ വെച്ച് ചെയ്യാൻ കേട്ടോ. ഇതിൽ നമ്മളുടെ നോർമൽ ആർട്ടിഫിഷ്യൽ ഫ്ലവറില്ലേ അത് വെച്ചും ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യണം.